നമ്മൾ നിസ്സാരമെന്ന് കരുതി മാറ്റിവെക്കുന്ന ഒരു ചെറിയ കാര്യമാണ് ഒരു മാസം കുറച്ചെങ്കിലും എമൗണ്ട് ഒന്ന് സേവ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എത്ര ശ്രമിച്ചാലും പലർക്കും അത് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ ഒരു ചെറിയ കാര്യത്തിൽ നമ്മളുടെ ലൈഫിൽ എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നിങ്ങളൊരു വീഡിയോ വായിച്ചതെങ്കിൽ ഹായ്, ഐ എം വിശാഖ്, ഐ എം എ ഫിനാൻസ് ബിസിനസ് ഓണർ. നമ്മളിൽ കുറച്ചെങ്കിലും ആളുകൾക്കാർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് വലിയ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇത് എത്രത്തോളം ശരിയാണ്? നമ്മൾ ഇപ്പോൾ കിട്ടുന്ന ഒരു ഇൻകത്തിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ടെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എത്രത്തോളം വലിയ ഇൻകം കിട്ടിയാലും നമുക്ക് അതിൽ നിന്ന് ഒരു ചെറിയ രൂപ പോലും മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ പാടായിട്ടുള്ള കാര്യമായിരിക്കും. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ആരാണെന്നറിയോ? ഒന്നുകിൽ ഒരു മിഡിൽ ക്ലാസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു 10,000 അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് മാത്രം താഴെ സാലറി ഉള്ള ഒരാളായിരിക്കും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും ഫേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ജോലിക്ക് കയറി ആദ്യത്തെ ഇൻകം വന്നു തുടങ്ങുന്ന സമയത്ത് മുതൽ നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ലോൺ എടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഉദാഹരണം, നമ്മളൊരു ഫോൺ മേടിക്കുക, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെറിയ രീതിയിലൊക്കെ ലോൺ എടുക്കാൻ തുടങ്ങും. ഇത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ലോണുകൾ പിന്നീട് അടച്ചു തീരാനായിട്ട് വലിയ വലിയ ലോണുകളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. അത് വലിയ വലിയ കടബാധ്യതകളിലായിരിക്കും ചെന്ന് അവസാനിക്കുന്നത്. ഈ ഒരു മിസ്റ്റേക്ക് നമ്മൾ ജോലിക്ക് കയറുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് നമ്മൾ ഇമോഷണലി ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ലോണുകൾ എടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരം ഇമോഷണലി ഡിസിഷൻസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതാണ് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജോലിക്ക് കയറി ഇൻകം വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ പാടില്ലാത്തൊരു ബിഗ്ഗസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. മാസച്ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ചെറിയ എമൗണ്ട് മാത്രം നമുക്ക് സേവ് ചെയ്യാമെന്ന് കരുതാൻ നമുക്ക് ഒരിക്കലും നടക്കില്ല. കാരണം നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ഇൻകം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു മാസം എത്ര ചിലവുകളുണ്ട്, നമുക്ക് എത്ര ഇൻകം വരുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആദ്യമേ തന്നെ ഒരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടൊരു കാര്യം. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, അവൻ 24 വയസ്സിലാണ് ജോലിക്ക് കയറിയത്. ഏകദേശം ഒരു 15,000 രൂപയാണ് ഒരു മാസ സാലറി എന്ന് പറയുന്നത്. എല്ലാ ചിലവും കഴിഞ്ഞിട്ട് മാക്സിമം പോയ ഒരു 2,000 രൂപ മാത്രമാണ് ഒരു മാസം ചിലവിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എമൗണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചെറിയ ഇൻകത്തിൽ മാസം 2,000 രൂപ മാറ്റി വയ്ക്കാൻ പറ്റുക എന്നുള്ള വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു വലിയ കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്, നമുക്ക് എമർജൻസി ആവശ്യങ്ങളുടെ സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ആവശ്യങ്ങളുടെ സമയത്ത് നമ്മളുടെ കയ്യിൽ ചിലവാക്കേണ്ട എമൗണ്ട് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത്. സോ ഞാൻ അവനോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിനക്ക് കിട്ടുന്ന 2,000 രൂപയിൽ ആദ്യത്തെ 1,000 രൂപ നീ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ, നല്ലൊരു ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ലിക്വിഡായിട്ട് കീപ്പ് ചെയ്യാം. ആ ഒരു എമൗണ്ട് നിനക്ക് എന്തെങ്കിലും എമർജൻസി ഫണ്ടിന് ആവശ്യം വന്നാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വന്നാലോ, ആ ഒരു ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടി 1,000 രൂപ ഒരു എമൗണ്ട് നല്ലൊരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. അതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം. ബാക്കി വരുന്ന 1,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ടത്. ഈ ഒരു 1,000 രൂപ വെച്ച് നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു 1,000 രൂപ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 50, 30, 20 എന്നുള്ള റൂളിൽ നമുക്ക് ഈ ഒരു ഫണ്ടിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആദ്യത്തെ 50% നമുക്ക് കോർ ഗ്രോത്ത് എഞ്ചിനാണ്. അത് നമുക്കൊരു ലോങ് ടൈം കോമ്പൗണ്ടിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ളതാണ്. ആദ്യത്തെ ഒരു 50% എമൗണ്ട്, അതായത് 1000ൻ്റെ 50% എന്ന് പറയുമ്പോൾ 500 രൂപ. ഈ ഒരു 500 രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു നല്ല ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലാണ്. ഈ ഒരു ഫ്ലെക്സി ക്യാപ്പ് ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ലൊരു കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 500 രൂപ നമുക്കൊരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 AMCs ആണുള്ളത്. ഒന്ന് HDFC ഫ്ലെക്സി ക്യാപ്പും, 2 ആദിത്യ ബിർള ഫ്ലെക്സി ക്യാപ്പും. ഈ 2 ഫണ്ടുകളും നിങ്ങൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാവുന്ന 2 ഫണ്ടുകളാണ്. സെക്കൻഡ് വരുന്ന 300 രൂപ, അതായത് ഏകദേശം 30% എമൗണ്ട് നമുക്കൊരു മിഡ് ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു മിഡ് ക്യാപ്പും നമ്മളുടെ കോർ ഗ്രോത്ത് എഞ്ചിനാണ്. ഇത് നമുക്ക് ലോങ് ടൈം കോമ്പൗണ്ടിന് വേണ്ടി വർക്ക് ചെയ്യാം. അവിടെ നമുക്ക് കുറച്ചുകൂടി റിട്ടേൺസിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മിഡ് ക്യാപ്പ് ചൂസ് ചെയ്യുന്നത്. സോ മിഡ് ക്യാപ്പിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ല അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് മോത്തിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. അവസാനത്തെ 200 രൂപ, അതായത് 20% എമൗണ്ട് നമുക്കൊരു നല്ല ഇൻ്റർനാഷണൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു ഇൻ്റർനാഷണൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത്, നമുക്കൊന്ന് ഡോളറിൻ്റെ അപ്രിസിയേഷൻ കിട്ടും, രണ്ടാമത്തേത് നമുക്ക് ഒരു ഗ്ലോബൽ എക്സ്പോഷർ അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്വിറ്റി എക്സ്പോഷർ നമുക്ക് കിട്ടും. സോ ഈ ഒരു എമൗണ്ട്, അതായത് ഏകദേശം 200 രൂപയുടെ എമൗണ്ട് നമുക്ക് ICICI Prudential നാസ്ഡാക്ക് 100 എന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഞാൻ നാസ്ഡാക്ക് 100 ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, നാസ്ഡാക്ക് എന്ന് പറയുന്ന US മാർക്കറ്റിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് ഇൻഡെക്സ് ആണ്. ഈ ഒരു ഇൻഡെക്സിൽ 100 കമ്പനീസാണ് ലിസ്റ്റ് ആയിരിക്കും. നമ്മളുടെ Nifty 50 പോലെ തന്നെ 100 കമ്പനീസാണ് ഈ ഒരു നാസ്ഡാക്ക് 100 ലിസ്റ്റ് ആയിട്ടുള്ള കമ്പനീസ്. ഇതിലെ കമ്പനീസൊക്കെ നോക്കുവാണെങ്കിൽ സ്പേസ് എക്സ്, ആബാസോഫ്റ്റ്, മൈക്രോസോഫ്റ്റ്, NVIDIA, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഇത്തരത്തിലുള്ള ജയൻറ്റ് ടെക് കമ്പനീസാണ് ഈ ഒരു ഇൻഡെക്സിൻ്റെ കീഴിൽ ലിസ്റ്റ് ആയിരിക്കുന്നത്. സോ നമ്മൾ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ടെക് ജയൻസിൻ്റെ കീഴിലേക്കായിരിക്കും നമ്മളുടെ എമൗണ്ടിൻ്റെ അലൊക്കേഷൻ പോകുന്നത്. ഇത് നമുക്ക് ലോങ് ടൈമിലേക്ക് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് കിട്ടാനും, അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന
ഒരു ഇൻ്റർനാഷണൽ ഫണ്ടാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്. അത് നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന 1000 രൂപയാണ്. ഈ ഒരു 1000 രൂപ നമ്മൾ എത്ര വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു 15 വർഷത്തേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കാം. ഈ ഒരു 15 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് 12% പെർ ആനം വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു 12% ഫിക്സ്ഡ് അല്ല, ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് കണ്ടീഷനാണ്. സോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,80,000 രൂപയാണ് 15 വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മളതിൽ 12% വെച്ച് എസ്റ്റിമേറ്റഡ് റിട്ടേൺസ് വരുമ്പോൾ 2,95,000 രൂപ അടുത്ത് വരും. സോ 15 വർഷം കഴിഞ്ഞ് 12% റിട്ടേൺസിൽ നമ്മളുടെ ടോട്ടൽ വാല്യൂ ഗ്രോ ആവുന്ന ഏകദേശം 4,75,000 മുകളിലാണ്. സോ നമ്മൾ ഒരു 15 വർഷത്തേക്കാണ് 12% കാൽക്കുലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ 4 lakhs എബോവ് ആയിരിക്കും നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ആഫ്റ്റർ ഒരു 15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഫണ്ട് ഒരു 15% കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ ആ ഒരു 15% കൂടുതൽ നമുക്ക് റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫണ്ട് 4 lakh എന്നുള്ളത് 6,16,000 കൺവേർട്ട് ആവും. സോ ഇത്തരം നമുക്ക് റിട്ടേൺസ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമ്മളുടെ ഫണ്ടിൻ്റെ വാല്യൂയിലും ചേഞ്ച് വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ എമൗണ്ട് നമ്മൾ മന്ത്ലി മാറ്റി വയ്ക്കുന്നതിലൂടെ നമ്മൾ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. 15 വർഷം കഴിയുമ്പോൾ നമ്മളുടെ എമൗണ്ട് ഏകദേശം 4-5 ലക്ഷം രൂപയായിരിക്കും നമ്മളുടെ കയ്യിലുണ്ടാകുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലും റിസ്ക് ഉണ്ട്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് ആണ്. സോ നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ളവരാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബിക്കോസ് നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം നാൾ കണ്ടിന്യൂ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് കിട്ടാനായിട്ട് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇത്തരം വീഡിയോകൾക്ക് കേട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡിംഗ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്.